നമുക്കിന്ന് മുരിങ്ങയ്ക്ക, വീട്ടിലുണ്ടായ മുരിങ്ങയ്ക്ക കൊണ്ട് ഒരു അടിപൊളി തേങ്ങ അരച്ച കറി വേഗം ഉണ്ടാക്കിയാലോ? വരൂ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു RK's ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ കറി തയ്യാറാക്കാനായി കുറച്ച് മുരിങ്ങയ്ക്ക എടുത്ത് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ. സോ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സ് കുറച്ച് സമയം എടുക്കും, നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് ചെറിയ ഉള്ളി എടുത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളി എടുക്കാൻ ശ്രമിക്കുക, അതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കടുക് ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് ചെറിയ വെങ്കായം, കുറച്ച് വലുതായിട്ടുള്ളതിനെയൊക്കെ ഒന്ന് രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ വെളുത്തുള്ളിയും കുറച്ച് കേട്ടോ, അതിനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഞാൻ അതിലേക്കിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇളക്കി അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തേങ്ങയുടെ ഒരു അര മൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു നാളികേരം ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഫുള്ളെടുത്തത്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് അരയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് അരച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ ഒരു 8 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അധികം എരിവില്ല, നിങ്ങൾ നോക്കിയിട്ട് ചേർക്കും കേട്ടോ. ഈ കറിക്ക് പക്ഷേ കുറച്ച് എരിവുണ്ടാവണം. 1 സ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടി നന്നായി പേസ്റ്റാക്കാം. അരച്ച പേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുരിങ്ങയ്ക്ക ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞപ്പോഴാണ് ഈ അരപ്പൊഴിക്കണത് കേട്ടോ. ഇനി ബാക്കി അതിൽ കിടന്ന് വേവട്ടെ. അടച്ചു വയ്ക്കുക. ചട്ടിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഇറക്കി വെച്ച ശേഷവും ആ ചട്ടിയുടെ ചൂട് കാരണമാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗ്യാസ് എപ്പോഴോ ഓഫ് ചെയ്ത് ഇറക്കി. അപ്പോൾ നമ്മുടെ കറി തയ്യാറാണ്. ഹാപ്പി കുക്കിംഗ്.